ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൽത്തപ്പമാണ്. അതിനുവേണ്ട ശർക്കര പാനീയം തയ്യാറാക്കാൻ വെക്കാം. ഞാൻ ശർക്കര പൊടിക്കാതെയാണ് വെള്ളത്തിലേക്ക് ഇട്ടത്. ഇനി ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. 1 കപ്പ് പച്ചരിയാണ് എടുത്തത്. ഇനി അല്പം ചോറ് കൂടി ചേർക്കാം. ചോറ് ചേർക്കുന്നത് കൽത്തപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി 1 സ്പൂൺ ജീരകം, അല്പം ഏലക്കയും കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ശർക്കര പാനീയം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി 1 സ്പൂൺ അപ്പക്കാരം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി കൂടി അല്പം ചേർക്കുക. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ആക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ നടുവിലേട്ടായിട്ട് നമുക്ക് ആ തേങ്ങയും ഉള്ളിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 10-15 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കി, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കൽത്തപ്പം റെഡി.